ഇനി നമുക്ക് 281 നാമത്തിലേക്ക് കിടക്കാം. മന്ത്രഹ എന്നാണ് 281 നാമം. മന്ത്രഹ, മന്ത്രം. ഭഗവാൻ മന്ത്രസ്വരൂപനാണ്. ഭാഷ്യകാരൻ പറയുന്നു, അതിനെ മനനം ചെയ്യുന്നവരെ രക്ഷിക്കുന്നതിനാൽ മന്ത്രം എന്ന് നിരുക്തം. മന്ത്രം എന്നുള്ള വാക്കിൻ്റെ ഡെഫിനേഷൻ നിരുക്തത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: തന്മന്താരം ത്രായതേ ഇതി മന്ത്രഃ. ആരാണോ മന്ത്രത്തെ മനനം ചെയ്യുന്നത്, അതിനെ, ആ മനനം ചെയ്യുന്നയാളെ, ആ മനനം ചെയ്യുന്ന വസ്തു അതെന്തായിക്കോട്ടെ, എന്തിനെ മനനം ചെയ്താലും അത് രക്ഷിക്കും എന്നതിനാൽ മന്ത്രം എന്ന് അർത്ഥം. ബ്രഹ്മപുരാണത്തിൽ ദുഷ്ടവിദ്രാവിണ സ്തോത്രത്തിൽ ഇപ്രകാരം പറയുന്നു. അപ്പോൾ മനനം ചെയ്യുമ്പോൾ അതിനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. അത് ഭഗവാനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഭഗവാൻ എങ്ങനെയാണ് മന്ത്രസ്വരൂപിയാകുന്നത് എന്ന് പറയാണ് അതിൻ്റെ പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട്. ബ്രഹ്മപുരാണത്തിലാണ് പറയുന്നത് ദുഷ്ടവിദ്രാവിണ സ്തോത്രം, ദുഷ്ടന്മാരെ നീക്കം ചെയ്യുന്ന, ഇല്ലാതാക്കുന്ന സ്തോത്രം. അതാണ് ദുഷ്ടവിദ്രാവിണ സ്തോത്രം. അതിൽ ഇപ്രകാരം പറയുന്നു. നാരദൻ ചോദിക്കുകയാണ്, പ്രാണപ്രയാണേ കഃ സ്മർത്തും ശക്തസ്യാത് മധുസൂദനഃ ഇതി പൃച്ഛന്തം നാരദം പ്രതി ഭഗവാൻ. അപ്പം നാരദൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അതിന് മറുപടിയായിട്ട് ഭഗവാൻ ഉത്തരം പറയാണ്. അപ്പം നാരദൻ്റെ ചോദ്യം എന്താണ്? പ്രാണപ്രയാണേ കഃ സ്മർത്തും ശക്തഃ സ്യാത് മധുസൂദന. അല്ലയോ മധുസൂദന, പ്രാണൻ പോകുന്ന സമയത്ത് ആരാണ് ഭഗവാനെ സ്മരിക്കാൻ ശക്തനാകുന്നത് എന്ന് നാരദൻ ചോദിക്കുന്നു. അതിന് മറുപടിയായി ഭഗവാൻ ഇപ്രകാരം പറയുന്നു: തൃഷ്ണാ തോയസമാകീർണാത്. ഭഗവാൻ മറുപടി പറയണം, തൃഷ്ണാ തോയസമാകീർണാത് ഘോരാത് സംസാര സാഗരാത് അപാരാത് പരമാപ്നോതി യോമാം സ്മരതി നിത്യശഃ. ആരാണോ എന്നെ നിത്യവും സ്മരിക്കുന്നത്, അയാൾ തൃഷ്ണയാകുന്ന ജലം കൊണ്ട് നിറഞ്ഞതായതും അപാരമായതും ഘോരമായതുമായ സംസാര സാഗരത്തിൽ നിന്നും കരകയറുന്നു. ആരാണ് ഈ സംസാര സാഗരത്തിൽ നിന്നും കരകയറുന്നത്? ഭഗവാനെ നിത്യവും സ്മരിക്കുന്നവൻ. സ്മരിക്കുക എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുക എന്നർത്ഥം. മനനം, ഭഗവാനെ ആരാണോ നിരന്തരം മനനം ചെയ്യുന്നത്, അയാൾ തൃഷ്ണയാകുന്ന ജലം കൊണ്ട് നിറഞ്ഞതായ, സംസാര സാഗരത്തിൻ്റെ പ്രത്യേകതയാണ് തൃഷ്ണയാണ്, ഇനിയും വേണം എന്നുള്ള ഒരു ആഗ്രഹം, എത്ര കിട്ടിയാലും മതിയാവാത്തത്. നമുക്ക് ഈ ലോകം എന്ന് പറയുന്നത് എത്ര അനുഭവിച്ചാലും മതിയാവില്ല. അങ്ങനെ അതിനെയാണ് തൃഷ്ണ. വീണ്ടും 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 അനുഭവിച്ചു. അത് നല്ല അനുഭവമാണെങ്കിലും ശരി, ചീത്ത അനുഭവമാണെങ്കിലും ശരി, നിരന്തരം അതിനോട് ഒരു അഡിക്ഷൻ വരികയാണ്. തൃഷ്ണയാകുന്ന ഒരു പ്രപഞ്ചത്തിനോട് നമുക്ക്, അതായത് തൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അനുഭവിച്ചാലും മതിയാവായിക, അതാണ് തൃഷ്ണ. അപ്പോൾ അങ്ങനെ ഉള്ള അപാരമായതും, അന്തമില്ലതിന്, ഇത് വലുതാണ്, ഘോരവുമാണ്. അങ്ങനെയുള്ള സംസാര സാഗരത്തിൽ നിന്നും കരകയറുന്നു. ആര്? ഭഗവാനെ സ്മരിക്കുന്നവൻ. ഭഗവാനെ മനനം ചെയ്യുന്നവനാണ് ഈ പറയുന്ന സംസാര സാഗരത്തിൽ നിന്നും കരകയറുന്നത്. ഭഗവാനെ മനനം ചെയ്താൽ ഭഗവാൻ രക്ഷിക്കും. അതുകൊണ്ട് ഭഗവാന് മന്ത്രഃ എന്ന് നാമം. തുടർന്ന് പ്രമാണം പറയാണ്. വരാഹപുരാണത്തിൽ ഇപ്രകാരം പറയുന്നു. അപ്പോൾ ഭഗവാനെ നിരന്തര സ്മരണ ചെയ്യണം എന്നുള്ളത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? വരാഹപുരാണത്തിൽ ഇങ്ങനെ: സ്ഥിതേ മനസി സുസ്വസ്ഥേ ശരീരേ സതി യോ നരഃ ധാതു സാമ്യേ സ്ഥിതേ സ്മർത്ത വിശ്വരൂപം ച മാം അജം തതസ്തം മ്രിയമാണം തു കാഷ്ഠപാഷാണസന്നിഭം അഹം സ്മരാമി മദ്ഭക്തം നയാമി പരമാം ഗതിം. ഈ ഭഗവത് സ്വരൂപത്തെ നിരന്തരം മനനം ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാണ് വരാഹപുരാണത്തിൽ, ഏതൊരു മനുഷ്യനാണോ ശരീരവും മനസ്സും സ്വസ്ഥമായും
ധാതുക്കൾ സമമായും ഇരിക്കുമ്പോൾ വിശ്വരൂപനും അജനും ആയ എന്നെ സ്മരിക്കുന്നത് അയാളുടെ മരണസമയത്ത് തടിക്കഷ്ണം പോലെ നിശ്ചേഷ്ടനായി കിടക്കുമ്പോൾ അയാളെ ഞാൻ സ്മരിക്കുകയും പരമമായ ഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഭഗവാനെ നിരന്തരം ഏത് രീതിയിലാണ് മനനം ചെയ്യേണ്ടത് എന്നും കൂടിയാണ് പറയുന്നത്. ഈ ഭഗവാൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അനുഭവിതാവായി, ദ്രഷ്ടാവായി ഇരിക്കുന്നവൻ. ഇപ്പം നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഭാഷയും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഈ കേൾക്കുന്ന ആളായിക്കൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ നിരന്തരം കാണുക. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അല്ലാതെ പുറത്ത് ഒരു ക്ഷേത്രത്തിലോ ഒരു ബിംബസ്വരൂപത്തിലോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും സ്വരൂപത്തിലോ മാത്രം ഇരിക്കുന്ന ആളല്ല ഭഗവാൻ. അത് നമ്മളുടെ ഉള്ളിലിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഏതു മനുഷ്യനാണോ ശരീരവും മനസ്സും സ്വസ്ഥമായും ധാതുക്കൾ സമമായും ഇരിക്കുമ്പോൾ, ശരീരത്തിൻ്റെ ധാതുവിൻ്റെ സമാവസ്ഥയാണ് ആരോഗ്യം, വിഷമാവസ്ഥയാണ് അനാരോഗ്യം. ധാതുക്കൾ സമമായിരിക്കുമ്പോൾ നമ്മൾ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായിരിക്കും. അല്ലാതിരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരും അനാരോഗ്യരും ആയിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മൾ സ്വസ്ഥമായിട്ട് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നത്, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് നിരന്തരം സ്മരിക്കുന്നത്, അയാളുടെ മരണസമയത്ത്, അയാൾ മരിക്കുന്ന സമയത്ത്, ഈ മരിക്കുന്നതിൻ്റെ ഒരു സമയത്ത് നമ്മളുടെ ബോധം ഏത് രീതിയിലുണ്ടാകും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മളാരും മരണം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും ഇപ്പോഴത്തെ ഒരു ലെവലായിരിക്കില്ല നമ്മളുടെ ബോധത്തിൻ്റെ, വേറൊരു ബോധ തലത്തിലായിരിക്കും നമ്മൾ. അങ്ങനെ കിടക്കുമ്പോൾ, തടിക്കഷ്ണം പോലെ നിശ്ചേഷ്ടരായി കിടക്കുമ്പോൾ അയാളെ ഞാൻ സ്മരിക്കുകയും പരമമായ ഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നല്ല ആരോഗ്യവും നല്ല മനസ്ഥിതിയും ഉള്ള സമയത്ത് ഈ ഭഗവാനെ നിരന്തരം സ്മരിച്ച് നിരന്തരം മനനം ചെയ്ത് നമ്മളിൽ ഉറപ്പിച്ചാൽ നമ്മൾ സ്വയം ഭഗവത് സ്വരൂപന്മാരായി തീരുകയും പിന്നീട് നമ്മളുടെ ശരീരം വിട്ടുപോകുന്ന സമയത്ത് ആ സ്മരണ നമ്മളിൽ ഉണ്ടാവുകയും നമ്മൾ ഓരോരുത്തരും പരമമായ ഗതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ മനനം അഥവാ സ്മരണ എന്ന് പറഞ്ഞാൽ മനനമാണ്, നിരന്തര ചിന്ത ഭഗവാനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവത് പ്രേരിതമാണ് എന്നും നമ്മളുടെ ഓരോ ശ്വാസവും ഭഗവത് സ്വരൂപങ്ങളാണ് എന്നും പ്രാണഹ എന്നുള്ള നാമം കൊണ്ട് നമ്മളിത് മുമ്പ് കേട്ട് കഴിഞ്ഞതാണ്. നമ്മളുടെ ഓരോ പ്രവൃത്തിയും, നമ്മളുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള വാക്കും പ്രവൃത്തിയും എല്ലാം ഭഗവത് പ്രേരിതങ്ങളാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നതാണ് ഭഗവത് സ്മരണ. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ മരണസമയത്ത് മരിച്ചതിന് ശേഷം പരമമായ ഗതിയിലേക്ക് തന്നെ പോകും. അപ്പോൾ അങ്ങനെ മനന സ്വരൂപനായിരിക്കുന്നതിനാൽ ഭഗവാന് മന്ത്രഹ എന്ന് 281 നാമം. ഇനി 282 നാമം ചന്ദ്രാംശു. ചന്ദ്രാംശു എന്ന് പറഞ്ഞാൽ ചന്ദ്രകിരണങ്ങൾ. ഭഗവാൻ ചന്ദ്രകിരണ സ്വരൂപനാണ്. അതിന് ഭാഷ്യകാരൻ പറയാണ്, അപ്രകാരം മനനം ചെയ്യുന്നവരുടെ, മന്ത്രഹ എന്നുള്ള നാമത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് പറയാണ്, അപ്രകാരം മനനം ചെയ്യുന്നവരുടെ പ്രയാസങ്ങളെ ഇല്ലാതാക്കുന്നതും ആഹ്ലാദം കൊടുക്കുന്നതും ആയ തേജസ്സോടു കൂടിയവൻ ആയതിനാൽ ചന്ദ്രാംശുഹു എന്ന് നാമം. ഭഗവാൻ തേജസ്വിയാണ്, പ്രകാശത്തോടു കൂടിയതാണ്. പ്രകാശം എന്ന് പറയുന്നത് സൂര്യപ്രകാശം ചൂടുള്ളതാണ്. എന്നാൽ ചന്ദ്രപ്രകാശം എന്ന് പറയുന്നത് സൂത്തിങ് ആണ്, തണുപ്പിക്കുന്നതാണ്. ഭഗവാൻ പ്രകാശവാനാണ്. ഭഗവാൻ ചന്ദ്രൻ്റെ പ്രകാശത്തോടു കൂടിയതാണ്, തണുപ്പിക്കുന്ന പ്രകാശത്തോടു കൂടിയതാണ്. ഭഗവാന്റെ പ്രകാശം നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മൾ സ്വസ്ഥരായിരിക്കും, തൃപ്തരായിരിക്കും, നമുക്കൊരു സൂത്തിങ് അനുഭവം ഉണ്ടായിരിക്കും.
അങ്ങനെയുള്ള ഒരു പ്രകാശത്തോടു കൂടിയവനാണ്, പ്രകാശകിരണങ്ങളോട് കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ചന്ദ്രാംശു എന്നു നാമം. ചതി ആഹ്ലാദനെ, ചന്ദ്രൻ എന്നുള്ള ചന്ദ്രാംശു എന്നുള്ളതിൽ ചന്ദ്രപദത്തിൻ്റെ ധാതു ചതി ചതി എന്നുള്ള വാക്കിന് ആഹ്ലാദിപ്പിക്കുക എന്നാണ് അർത്ഥം. ചതി ആഹ്ലാദനെ. അപ്പോൾ ഭഗവാന്റെ ദൃഷ്ടി ആരിലാണോ ഉള്ളത് അവരുടെ താപങ്ങളെല്ലാം ഇല്ലാതാവുകയും അവർക്ക് ഒരു തണുത്ത തലോടലായി ഭഗവാൻ നിലനിൽക്കുകയും അവരെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭഗവാന് ചന്ദ്രാംശു എന്ന് നാമം. രാമായണത്തിലെ ഒരു ശ്ലോക ഭാഗമാണ് ഇവിടെ പ്രമാണമായിട്ട് എടുത്തിട്ടുള്ളത്. തേതം സോമമിവ ഉദ്യന്തം ദൃഷ്ട്വാ. അവർ സോമനെ പോലെ പ്രകാശിക്കുന്ന ആ ശ്രീരാമനെ കണ്ടിട്ട്, പ്രകാശിക്കുന്നവനാണ് പക്ഷെ ചന്ദ്രപ്രകാശം പോലെ, തണുത്ത പ്രകാശം പോലെ ഇരിക്കുന്ന ശ്രീരാമനെ കണ്ടിട്ട്. അപ്പം ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് ആ ചന്ദ്രസ്വരൂപനായിട്ടുള്ള പ്രകാശിക്കുന്ന ഒരു ബിംബമാണ്, ഒരു മനുഷ്യനാണ് എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള പ്രകാശത്തോടു കൂടിയവൻ എന്നുള്ളത് ചന്ദ്രാംശു എന്നുള്ള അർത്ഥത്തിൽ ചന്ദ്രാംശു എന്ന് നാമം. അപ്പോൾ ഭഗവാൻ ചന്ദ്രൻ്റെ പ്രകാശത്തോടു കൂടിയവനാണ്. അടുത്ത നാമം 283 നാമം പറയണം. ഭഗവാൻ ചന്ദ്രാംശു തന്നെയാണ്, അതേസമയം ഭഗവാൻ ഭാസ്കരദ്യുതിയും ആണ്. ഭഗവാൻ ചന്ദ്രൻ്റെ പ്രകാശത്തോടു കൂടിയവൻ തന്നെയാണ്, അതേസമയം ഭഗവാൻ സൂര്യൻ്റെ പ്രകാശത്തോടും കൂടിയവനാണ്. ചന്ദ്രപ്രകാശം എന്ന് പറഞ്ഞാൽ തണുപ്പിക്കും എങ്കിൽ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ തപിപ്പിക്കും. രണ്ടും ഭഗവാൻ തന്നെയാണ്. ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ചന്ദ്ര സൂര്യ തുടങ്ങിയിട്ടുള്ള എല്ലാ നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നത് പ്രകാശസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ലേശ ശക്തി കൊണ്ടാണ്, കുറച്ച് ഉള്ള ശക്തി കൊണ്ടാണ് ഈ കാണുന്ന സൂര്യൻ മുഴുവൻ പ്രകാശിക്കുന്നത്. അപ്പോൾ അതേ അർത്ഥത്തിൽ തന്നെ 283 നാമം, അടുത്ത നാമം പറയാണ് ഭഗവാന് ഭാസ്കരദ്യുതിഹി. ഭാഷകാരൻ പറയുന്നു, മറ്റെല്ലാവരെയും നിഷ്പ്രഭമാക്കുന്ന പ്രഭാവത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാന് ഭാസ്കരദ്യുതിഹി എന്ന് നാമം. മറ്റേത് കുളിരേകുന്ന ഒരു പ്രകാശം ആണ് എങ്കിൽ ഇത് മറ്റുള്ള എല്ലാ പ്രകാശത്തിനെയും നിഷ്പ്രഭമാക്കുന്ന ചൂടോടു കൂടിയിട്ടുള്ള ഒരു പ്രകാശമാണ്. മറ്റുള്ള എല്ലാ വസ്തുക്കളെയും നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള പ്രകാശിക്കുന്ന പ്രഭാവത്തോടു കൂടിയവൻ ആണ് ഭഗവാൻ എന്നതിനാൽ ഭാസ്കരദ്യുതിഹി എന്ന് നാമം. അപ്പോൾ ഈ ഭാസ്കരദ്യുതിക്ക് പ്രമാണം പറയണം ഭഗവത്ഗീതയിൽ. രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി. ഇത് 11-ാം അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു ഭാഗമാണ്. 3-ാമത്തെ വരിയാണ് ആ ശ്ലോകത്തിലെ 3-ാമത്തെ വരി, അല്ലെങ്കിൽ 2-ാമത്തെ ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഒരു ശ്ലോകത്തിലെ 2 വരിയിലെ 2-ാമത്തെ വരിയുടെ ആദ്യത്തെ ഭാഗം. ഭയത്തോടുകൂടി രാക്ഷസന്മാരെല്ലാവരും ദിക്കുകളിലേക്ക് ചിതറിയോടുന്നു. കാരണം ജ്വലിച്ചു നിൽക്കുന്ന ഭഗവാന്റെ ആ ജ്വലപ്രഭാവം മൂലം എല്ലാ രാക്ഷസന്മാരും ചിതറിയോടുന്നു. ഇനി രാമായണം സുന്ദരകാന്ഡത്തിൽ വേറൊരു പ്രമാണം പറയാണ്. ശരജലാംശുമാൻ ശൂരഃ കപേ രാമദിവാകരഃ ശത്രുരക്ഷോമയം തോയം ഉപശേഷം നയിഷ്യതി. അല്ലയോ ഹനുമാനെ, ശരമാക്കുന്ന ജലകണങ്ങളോട് കൂടിയ ശൂരനായ സൂര്യസ്വരൂപിയായ ശ്രീരാമൻ ശത്രുക്കളാകുന്ന രാക്ഷസ ജലത്തെ മുഴുവനായും വറ്റിച്ചു കളയുന്നു. ഇവിടെ രാക്ഷസ സമൂഹത്തെ വെള്ളമായിട്ടും ശ്രീരാമനെ അതിനെ മുഴുവൻ വറ്റിച്ച് കളയുന്ന സൂര്യരശ്മികളുമായിട്ടാണ്, സൂര്യരശ്മികളോട് കൂടിയിട്ടുള്ള സൂര്യനായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത്. ശരമാകുന്ന ജലഗണങ്ങളോട്, ഈ സമുദ്രത്തിലെ ഈ നദിയിലെ ജലഗണങ്ങൾ എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്രൻ്റെ കയ്യിലുള്ള അസ്ത്രങ്ങളാണ്. അങ്ങനെ
ഉള്ള ശൂരനായ സൂര്യരൂപിയായ ശ്രീരാമൻ ശത്രുക്കളാകുന്ന രാക്ഷസ ജലത്തെ മുഴുവനായും വറ്റിച്ചു കളയുന്നു. അപ്പം ശ്രീരാമൻ അമ്പുകൊണ്ട് രാക്ഷസന്മാരെ കൊന്നുകളയുന്നു എന്നുള്ളതിന് ഉപമിക്കുന്നതാണ് ശ്രീരാമനാകുന്ന സൂര്യൻ അസ്ത്രങ്ങളാകുന്ന ജലകണങ്ങളോട് കൂടിയിട്ടുള്ള സൂര്യസ്വരൂപിയായിട്ടുള്ള ശ്രീരാമൻ രാക്ഷസന്മാരാകുന്ന ജലസമൂഹത്തെ നശിപ്പിച്ചു കളയുന്നു. ഇനി ഇതിപ്പോൾ സൂര്യസ്വരൂപിയാണ് എന്ന് പറഞ്ഞു, സൂര്യൻ്റെ സ്വരൂപിയാണ് എന്ന് പറഞ്ഞു. ഇനി മഹാഭാരതത്തിലൊരു പ്രമാണം പറയണം. ഭഗവാൻ രണ്ട് രീതിയിലും പ്രകാശിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രമാണം പറയാണ്. സുരാണാം ചൈവ സർവശഃ ഭയാഭയകര കൃഷ്ണ സർവലോകേശ്വര പ്രഭു. ഇപ്രകാരം സർവലോകേശ്വരനും പ്രഭുവുമായ ഭഗവാൻ കൃഷ്ണൻ സുരന്മാർക്കും അസുരന്മാർക്കും ഭയങ്ങളെ കൊടുക്കുന്നതാകുന്നു. അതായത് നമ്മൾ ഈ പ്രകാശം നേരത്തെ തണുപ്പിക്കുന്ന കുളിരേകുന്ന പ്രകാശമാണ് എന്ന് പറഞ്ഞു. അതേസമയം അടുത്ത നാമത്തിൽ പറഞ്ഞു അത് എല്ലാ രക്ഷോഗണങ്ങളെ മുഴുവൻ തപിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും കൂടിയതാണ് കൃഷ്ണൻ എന്നുള്ള ഒരു പ്രമാണം പറയാണ്. അതായത് സർവ്വലോകേശ്വരനും പ്രഭുവുമായ കൃഷ്ണൻ അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയമുണ്ടാക്കുന്നവനും മറ്റ് സുരന്മാരെ സംബന്ധിച്ചിടത്തോളം അഭയം ഉണ്ടാക്കുന്നവനും ആകുന്നു. വേറൊരു രീതി പറഞ്ഞാൽ അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ സൂര്യതാപമാണ്, സുരന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ചന്ദ്രതാപമാണ്. ഇവിടെ ഒരു ചെറിയ തിരുത്ത്. ഞാൻ ഈ നാമങ്ങളുടെ എണ്ണം പറയുന്ന സമയത്ത് ഭാസ്കരദ്യുതിഹി എന്നുള്ളത് രണ്ടായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഭാസ്കരദ്യുതി എന്ന് പറയുന്നത് ഒരു നാമമാണ്. അപ്പോൾ ഭഗവാൻ ഈ പറയുന്ന എല്ലാത്തിനെയും നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള സൂര്യ തേജസ്സോടു കൂടിയിട്ടുള്ള പ്രഭാവത്തോടു കൂടിയവനാണ് എന്ന അർത്ഥത്തിൽ 283-ാമത്തെ നാമം ഭാസ്കരദ്യുതിഹി. ഇനി അടുത്ത ശ്ലോകം 30-ാമത്തെ ശ്ലോകം. അതിപ്രകാരമാണ്: അമൃതാംശൂദ്ഭവോ ഭാനു ശശബിന്ദു സുരേശ്വര ഔഷധം ജഗതസേതു സത്യധർമ്മ പരാക്രമ. അതായത് ഇതിൽ അമൃതാംശൂദ്ഭവ ഭാനു ശശബിന്ദു സുരേശ്വര ഔഷധം ജഗതസേതു സത്യധർമ്മ പരാക്രമ. അങ്ങനെ 7 നാമങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ നാമം അമൃത അംശൂദ്ഭവ. അതിൻ്റെ ഭാഷ്യം ഇപ്രകാരം പറയുന്നു: എല്ലാ താപങ്ങളെയും ഹരിക്കുന്നതും എല്ലാ ജീവികളെയും സംരക്ഷിക്കുന്ന മൃതരായവരെ പുനരുജ്ജീവിപ്പിക്കുന്ന അമൃതമയമായ കിരണങ്ങളോടു കൂടിയ ചന്ദ്രനും ഭഗവാന്റെ അരികിലായതിനാൽ മാത്രം ഭഗവാനിൽ നിന്നും ലഭിച്ച ശൈത്യാദി ഗുണങ്ങളോട് കൂടിയവൻ ആയതിനാൽ അതിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നതിനാൽ അമൃതാംശു ഉദ്ഭവ എന്ന് നാമം. ഇപ്പം ചന്ദ്രൻ്റെ പ്രകാശമാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. ചന്ദ്രപ്രകാശം പോലുള്ള തണുപ്പിക്കുന്ന പ്രകാശമാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. ഏകദേശം അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും അമൃതാംശുദ്ഭവ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭാഷകാരൻ ഇങ്ങനെ എല്ലാ താപങ്ങളെയും ഹരിക്കുന്ന, എല്ലാ താപങ്ങളെയും ഇല്ലാതാക്കുന്ന, എല്ലാ ജീവികളെയും സംരക്ഷിക്കുന്ന, മൃതരായവരെ പുനരുജ്ജീവിപ്പിക്കുന്ന അമൃതമയമായ കിരണങ്ങളോടുകൂടിയ ചന്ദ്രനും, ചന്ദ്രൻ്റെ വിശേഷണങ്ങളാണ് ഈ പറഞ്ഞത്, ഭഗവാന്റെ അരികിലായതിനാൽ മാത്രം ഭഗവാനിൽ നിന്നും ലഭിച്ച ശൈത്യാദി ഗുണങ്ങളോട് കൂടിയവൻ ആണ് എന്നതിനാൽ അതിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നതിനാൽ അമൃതാംശുദ്ഭവ എന്ന് നാമം. അത് ചന്ദ്രൻ ഭഗവാനിൽ നിന്നും ഉത്ഭവിക്കുന്നവനാണ്.
അപ്പോൾ അമൃതാംശുവായിട്ടുള്ള ചന്ദ്രൻ ഭഗവാനിൽ നിന്നും ഉത്ഭവിക്കുന്നവനാണ് എന്ന അർത്ഥത്തിൽ അമൃതാംശുദ്ഭവ എന്ന് നാമം. അപ്പം അതിൻ്റെ വിശേഷണങ്ങളാണ് നേരത്തെ പറഞ്ഞത് ചന്ദ്രൻ്റെ. അപ്പോൾ ചന്ദ്രന് ആ ഗുണങ്ങളൊക്കെ കിട്ടാൻ എന്താണ് കാരണം? ഭഗവാന്റെ അരികിലായതിനാലാണ്. ഭഗവാന്റെ 2 കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും. അപ്പോൾ ഭഗവാന്റെ ഏറ്റവും അരികിലിരിക്കുന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ ശരീരം തന്നെയായിരിക്കുന്ന ആളായതിനാലാണ് ചന്ദ്രന് ഈ ഗുണങ്ങളെല്ലാം കിട്ടിയത്. അപ്പോൾ അങ്ങനെ ചന്ദ്രൻ്റെ അംശുക്കൾ, കിരണങ്ങൾ ഭഗവാനിൽ നിന്നും ഉത്ഭവിച്ചതിനാൽ അമൃതാംശുദ്ഭവ എന്ന് നാമം. ഇതിന് പ്രമാണമായിട്ട് പുരുഷ സൂക്തത്തിലെ ഒരു ഭാഗം പറയാണ്: ചന്ദ്രമ മനസോ ജാതഃ. വിരാട് പുരുഷനായ ഭഗവാൻ നാരായണൻ്റെ മനസ്സിൽ വിരാട് പുരുഷനായ ഭഗവാൻ നാരായണൻ്റെ മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത്. 2 രീതിയിലും പറയാം. പല രീതിയിൽ പറയുന്നുണ്ട്. കണ്ണ് എന്ന് പറയുന്ന സൂര്യചന്ദ്രന്മാരാണെന്ന് പറയുന്നുണ്ട്. ഈ പുരുഷ സൂക്തത്തിൽ ഭഗവാൻ നാരായണൻ, വിരാട് പുരുഷനായിട്ടുള്ള ഭഗവാൻ നാരായണൻ്റെ മനസ്സിൽ നിന്നും ചന്ദ്രൻ ഉദ്ഭവിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രമാ മനസ്സോ ജാതഃ. എങ്ങനെയാണെങ്കിലും ഭഗവാന്റെ അരികിൽ ആണ് എന്നാണ് അർത്ഥം. അങ്ങനെ ആ അർത്ഥത്തിൽ 284 നാമം അമൃതാംശുദ്ഭവ. ഇനി 285 നാമം ഭാനുഹു. ഭാനു എന്നുള്ള വാക്കിനർത്ഥം സൂര്യൻ എന്നാണ്. ഭാഷകാരൻ പ്രകാരം പറയുന്നു: അതിപ്രകാശവാൻ ആയവനും സഹസ്രാംശുവും ആയ സൂര്യനും ഭഗവാന്റെ തേജസ്സിനെ ആശ്രയിച്ചാണ് വിളങ്ങുന്നത് എന്നതിനാൽ ഭഗവാന് ഭാനുഹു എന്ന് നാമം. അതായത് നമ്മളിതിനു മുമ്പ് ചന്ദ്രകിരണം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് പറഞ്ഞു. സൂര്യകിരണം എന്ന് പറയുന്നതും ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് പറഞ്ഞു. ചന്ദ്രന് സ്വന്തം ഈ പറയുന്ന പ്രകാശം മുഴുവൻ കിട്ടുന്നത് ഭഗവാനിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഭാനു എന്നുള്ള നാമം കൊണ്ട് സൂര്യന് തൻ്റെ പ്രകാശം മുഴുവൻ കിട്ടുന്നത് ഭഗവാനിൽ നിന്നാണ് എന്ന് സമർത്ഥിക്കുകയാണ്. അതിപ്രകാശവാൻ ആയവനും സഹസ്രാംശു എന്ന് പറഞ്ഞാൽ അംശു എന്ന് പറഞ്ഞാൽ കിരണം, അനന്തമായിട്ടുള്ള കിരണങ്ങളോട് കൂടിയിട്ടുള്ള സൂര്യനും ഭഗവാന്റെ തേജസ്സിനെ ആശ്രയിച്ചാണ് വിളങ്ങുന്നത് എന്നതിനാൽ ഭഗവാന് ഭാനുഹു എന്ന് നാമം. ഇതിനൊരു പ്രമാണം പറയാണ്: യസ്യ ആദിത്യോ ഭാം ഉപയുജ്യ ഭാതി. ആരുടെ പ്രകാശം ഉപയോഗിച്ചാണോ ആദിത്യൻ ജ്വലിക്കുന്നത്. നമ്മൾ സൂര്യനെ നോക്കിയാൽ ഈ സൂര്യൻ്റെ പ്രകാശം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം മുഴുവൻ വെളിച്ചം വിതറുന്ന സൂര്യൻ്റെ പ്രകാശം എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രകാശത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ആരുടെ പ്രകാശത്തിൻ്റെ ഭാഗം കൊണ്ടാണോ ഈ പറയുന്ന സൂര്യൻ വിളങ്ങുന്നത്, അങ്ങനെയുള്ള ഭഗവാനെയാണ് ഭാനുഹു എന്ന നാമം കൊണ്ട് പറയുന്നത്.